റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ദില്ലി പോലീസ് സംഘത്തെ നയിക്കുന്നത് മലയാളി DCP ശ്വേത കെ സുഗതനാണ്. രാജ്യതലസ്ഥാനത്തടക്കം പ്രധാന നഗരങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനൊപ്പം രാജ്യത്തിന്റെ നാരീശക്തിയുടെ പ്രകടനമാകും റിപ്പബ്ലിക് ദിന പരേഡ്. പരേഡിലും ബാൻഡിലും മാർച്ച് പാസ്റ്റിലും ടാബ്ലോയിലും ഉൾപ്പെടെ സമസ്ത വിഭാഗങ്ങളിലും അണിനിരക്കുക വനിതകൾ മാത്രം. റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി 3 സേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ഒന്നിച്ച് മാർച്ച് ചെയ്യും. കര, നാവിക, വ്യോമസേനകളിലെ 144 പേരാണ് പ്രത്യേക സംഘമായി മാർച്ച് ചെയ്യുക. വ്യോമസേനയുടെ ഭാഗമായി വനിതാ ഫൈറ്റർ പൈലറ്റുമാരും നാവികസേന അവതരിപ്പിക്കുന്ന ടാബ്ലോയിലെ യുദ്ധക്കപ്പലിന്റെ കമാൻഡറായി വനിതയും പരേഡിലുണ്ടാകും. സൈനിക മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം കൂടാതെ സാംസ്കാരിക കലാമേഖലയിൽ നിന്നുള്ള 100 പേർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും. റിപ്പബ്ലിക് ദിനത്തിൽ ദില്ലി പോലീസിൽ 2 തവണ നയിച്ച ആദ്യ വനിതയാവുകയാണ് തൃശൂർ ചാലക്കുടി സ്വദേശിനി ശ്വേത കെ സുഗതൻ IPS. ഒരുപാട് സന്തോഷം. ഇത്തവണ ദില്ലി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കണ്ടിൻജൻ്റ് ആണ്. ഓൾ ഫീമെയിൽ കണ്ടിൻജൻ്റ് ആണ്. ഒരു ഓൾ ഫീമെയിൽ ബാൻഡുമാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒരുപാട് സന്തോഷം തരുന്നു. ദില്ലി പോലീസ് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ CAPFസും ഫീമെയിൽ കണ്ടിൻജൻസും ഫീമെയിൽ കമാൻഡേഴ്സുമായിട്ടാണ് ഇത്തവണ കർത്തവ്യത്തിൽ മാർച്ച് ചെയ്യുന്നത്. അടുത്ത തലമുറയെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഇതൊരു പോയിന്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രാൻസിൽ നിന്നുള്ള 95 അംഗ സൈന്യവും 35 അംഗ ബാൻഡ് സംഘവും പരേഡിൽ പങ്കെടുക്കും. 77,000 സീറ്റുകളിൽ 42,000 സീറ്റുകൾ പൊതുജനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷം കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ്. മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളം അടക്കം തന്ത്രപ്രധാന ഇടങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. റിപ്പോർട്ടർ, ദില്ലി.